അപ്പൊ അനീഷാമിന്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ വേറൊരു സ്ഥലത്തിലോട്ട് പോകും. നമ്മള് അമ്മയുടെ നാട്ടിലോട്ടാണല്ലേ അമ്മ പോണേ? അമ്മയുടെ വല്യമ്മയുടെ വീട്ടിലോട്ട് വല്യമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഈ ഒരു വഴി കൂടെ പോകുന്നത്. അമ്മമാർക്ക് സ്വന്തം നാട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, ഒരു പ്രത്യേക സന്തോഷം. ആ സന്തോഷമല്ലേ എൻ്റെ പോരാളിയുടെ മുഖത്തും കാണുന്നത്. അങ്ങനെ നമ്മൾ വാഴത്തോപ്പും അരുവിയൊക്കെ കടന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഭാഗം എനിക്കറിയാം കേട്ടോ. ഞാൻ കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ 2-3 വർഷം മുന്നേ അമ്പാടിയുടെ കൂടെ മീൻ പിടിക്കാനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതാണ് ചക്കിമാമൻ്റെ പഴയ വീട്. പണ്ട് കോളേജിൽ അവധി കിട്ടിയാൽ ഫുൾ ടൈം ഇവിടെയായിരുന്നു. ഈ പൂച്ചയെ കണ്ടപ്പോൾ അമ്മ പറയാം അമ്മയുടെ ബില്ലുവിനെ പോലെ ഉണ്ടെന്ന്. അമ്മയ്ക്ക് 10ാം ക്ലാസ്സിലുണ്ടായിരുന്ന പൂച്ചയുടെ പേരാണ് ബില്ലു. ഇവിടെ ഒരു പടവലങ്ങ പാടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഫുൾ കൃഷിയും കാറ്റും ഒരേ വൈബ്. ഇവിടെ നിന്ന് നമ്മൾ 3 വഴി ഒന്നിക്കുന്ന സ്ഥലത്തൊരു കുത്തനൊരു തേരിയുണ്ട്. എൻ്റെ പൊന്നു, അതിൻ്റെ സൈഡ് കണ്ടോ, ഫുൾ കാടാണ്. ഇവിടെ എന്തൊക്കെ മൃഗം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ രാത്രി ഇതുവഴി പോണവരെ സമ്മതിക്കണം. അങ്ങനെ നിന്നപ്പോഴാണ് ആത്തിച്ചക്ക കണ്ടത്. ഇതിപ്പോൾ കാണാറേ ഇല്ല ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പറയുന്നു എനിക്കറിയത്തില്ല, കമൻറ്റ് ചെയ്യണേ. നടന്ന് ക്ഷീണിച്ച് നമ്മൾ 4 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ്. ഈ കുഗ്രാമത്തിൽ നടന്ന് 5 മണി. അങ്ങനെ 1 മണിക്കൂറിന് നടത്തത്തിന് ശേഷം നമ്മൾ ഫൈനലി ഡെസ്റ്റിനിയിലെത്തി. ഇതാണ് മാമന്മാരെ വീട്ട്. ഒരു കോമ്പൗണ്ടിലുള്ള 2 വീടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ അമ്മൂമ്മ തൂത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ പിന്നെ അമ്മൂമ്മ അടുത്ത് കുറേ സമയം സംസാരിച്ചു. അമ്മൂമ്മ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ കണ്ടപ്പോൾ. അങ്ങനെ നേരെ അപ്പൂപ്പൻ്റെ അടുത്ത് പോയി. അപ്പൂപ്പ അവിടെ എന്തോ തിരക്കിട്ട് പണിയിലാണ്. മനസ്സിലായോ? മൈനേര മോള് കൃഷ്ണയെ പ്രതീക്ഷിച്ച് വാതിൽ മുട്ടി ഞാൻ കൃഷ്ണയുടെ കൂടെ വേറൊരാളെയും കൂടെ കണ്ടു. കൃഷ്ണ ട്യൂഷൻ പഠിപ്പിക്കുന്ന കൊച്ചാണ് കേട്ടോ. അവൻ്റെ പേരാണ് ആദിൽ സനു. വാ തുറക്കൂലെന്ന് വിചാരിച്ച് എന്നെ ഞെട്ടിച്ചോണ്ട് പിന്നെ പയ്യെ 1-1.5 മേളമായിരുന്നു. നീ കാണണ്ട. അങ്ങനെ വെളിയിറങ്ങി നോക്കിയപ്പോഴാണ് ഇത് മറ്റേതല്ലേ, ഇത് എന്നെ കല്യാണ സൗഗന്ധികം. അങ്ങനെ അതിൽ നിന്ന് കുറേ ഇരുന്നും കിടന്നൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോഴേക്ക് ഇരുട്ടി തുടങ്ങി. പിന്നെ നേരെ ഒരു ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.